ഞാൻ ഓൾമോസ്റ്റ് 24ഓളം ടൈപ്പ് ഓഫ് ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. തോറ്റാലും ജയിച്ചാലും അത് ഞാൻ ചെയ്തതാണ്, എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറയാനുള്ള കഴിവാണ് ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും വലിയൊരു കഴിവ്. നിങ്ങളുടെ രാജ്യത്ത് ഇത്രയും കൂടുതൽ ഓപ്പർച്യൂണിറ്റി, ഇത്രയും ബില്യൺ ആളുകളുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് കമ്പനി തുടങ്ങിയാലും സക്സസ്ഫുൾ ആക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ ബിസിനസ് ചെയ്യാതെ നിങ്ങൾ പിന്നെ പുറം രാജ്യത്ത് പോയിട്ട് ബിസിനസ് ചെയ്തിട്ട് എന്താ കാര്യം? പണ്ട് ആളുകൾ പറയാറുണ്ട് നിനക്ക് അറിയാവുന്ന കച്ചവടം ചെയ്താൽ പോരെയെന്ന്. പക്ഷേ കൊറോണ പഠിപ്പിച്ചൊരു പാഠം, അറിയാവുന്ന കച്ചവടം മാത്രം ചെയ്താലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ബിസിനസ് പല ടൈപ്പ് ഓഫ് ബിസിനസ് ആയിരിക്കണം. നമ്മൾ ഒറ്റ പാത്രത്തിൽ ഒരേ ടൈപ്പ് ഓഫ് ബിസിനസ് ചെയ്താൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ട്രാവലും ഹോസ്പിറ്റാലിറ്റിയും മാത്രമാണ് ചെയ്തിരുന്നെങ്കിൽ കൊറോണ സമയത്ത് ഞാൻ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമായിരുന്നു. മറ്റ് ടൈപ്പ് ഓഫ് ബിസിനസ് കൂടി ഉണ്ടായിരുന്നുകൊണ്ടാണ് പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റിയത്. ഞാനൊരു ട്രാവൽ പ്രൊഫഷണലാണ്. അപ്പോൾ അൽസഫീന ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്നതാണ് എൻ്റെ ബേസ് ബിസിനസ്. അത് UAE. സഫീന ഹോളിഡേയ്സ് എന്ന് പറയുന്നത് കൊച്ചിയിലും ഇരിങ്ങാലക്കുടയിലും ഉള്ള ബിസിനസ്സാണ്. പിന്നെ അൽസഫീന ഹെന്ന എന്ന് പറയുന്നത് സാധാരണ രാജസ്ഥാനിൽ നിന്ന് ഹെന്ന നമ്മൾ UAE ഇമ്പോർട്ട് ചെയ്തിട്ട് അത് കോണാക്കി സലൂണുകളിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റും വഴി വിൽക്കുന്ന ഒരു ചെയിൻ ഓഫ് ബിസിനസ് ആണ് അൽസഫീന ഹെന്ന. പിന്നെ അൽസഫീന ഡ്രസ് മെറ്റീരിയൽസ്, അത് ഈ അറബ്സിന്റെ വൈറ്റ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണ അൽസഫീന ഡ്രസ്സസ്, അത് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ വൈബ് മൂന്നാർ റിസോർട്ട് ആൻഡ് സ്പാ, അതൊരു 5 സ്റ്റാർ ഡീലക്സ് റിസോർട്ടാണ്. ഓൺ ഹെലിപാഡൊക്കെ ഉള്ള മൂന്നാറിലെ ഏറ്റവും വലിയ റിസോർട്ടാണ്. പിന്നെ ദ ഫോഗ് റിസോർട്ട് ആൻഡ് സ്പാ, അത് ഒരു 4 സ്റ്റാർ ഡീലക്സ് റിസോർട്ടാണ്. 2015 നമ്മൾ തുടങ്ങിയതാണ്. അത് ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റാലിറ്റി റിസോർട്ട് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവാർഡുകൾ നമ്മൾ സ്വിറ്റ്സർലൻഡിലൊക്കെ പോയി വാങ്ങിച്ച റിസോർട്ടാണ്. പിന്നെ റാണി ഡ്രഗ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആയുർവേദിക് മെഡിസിൻ മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട്. അത് നെല്ലായിൽ ആണ്. ടൈൽ ഒട്ടിക്കുന്ന ഗ്ലൂ അത് ഉണ്ടാക്കുന്ന കമ്പനി. പിന്നെ ജോയിന്റ് ഫില്ലർ ഉണ്ടാക്കുന്നത് അത് നോവാസറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ബ്രാൻഡാണ്. അതിന്റെ ബിസിനസ്. പിന്നെ നമ്മളുടെ തോപ്പുംപടിയിലെ മറീന മാള്, അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ബിസിനസ്. പിന്നെ ഇപ്പൊ പുതുതായിട്ട് നമ്മൾ ഇറങ്ങിയ ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് ഫാം ടൂറിസം. എൻ്റെ ഫാമിലി, എൻ്റെ വൈഫ് വിജി എന്നാണ് പേര്, കരിയാട്ടി, ആലങ്ങാട്. 3 മക്കളാണ് എനിക്കുള്ളത്. മൂത്തോള് ജുവാന, അതിപ്പോ BBAക്ക് പഠിക്കുന്നു. രണ്ടാമത്തെ ആള് ജോവാൻ, ഇപ്പൊ +2 പഠിക്കുന്നു. മൂന്നാമത്തെ ആള് അന്റോണിയോ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതാണ് എൻ്റെ ഫാമിലി. പിന്നെ അപ്പച്ചനും അമ്മച്ചിയും ഒരു തറവാട്ടിൽ ആനന്ദപുരത്ത് ഉണ്ടായിരുന്നു. അമ്മച്ചി ലാസ്റ്റ് 31 മാർച്ചിന് ഞങ്ങളെ വിട്ടുപോയി. അത് വലിയൊരു ഷോക്കായിരുന്നു. എൻ്റെ വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു അമ്മച്ചി. ചിരിച്ചുകൊണ്ട് എങ്ങനെ ആളുകളെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിന് എൻ്റെ ഗുരു എന്ന് പറയുന്നത് എൻ്റെ അമ്മച്ചിയായിരുന്നു. ഞാൻ ശരിക്കും ഒരു കർഷക കുടുംബം എന്ന് പറയാം. ആനന്ദപുരം എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തില് കൃഷിയായിരുന്നു. ഫാദർ കൃഷിയാണ്, ഗ്രാൻഡ് ഫാദർ കൃഷിയാണ്. അതിൽ നിന്ന് എങ്ങനെ ബിസിനസ്സിലേക്ക് എത്തി എന്നുള്ളത് ചോദിച്ചാല്, എനിക്കൊരു ജോലി നേടുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു അംബിഷൻ. ആ ജോലി നേടാനായിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന ഒരു കോഴ്സിന് പോണത്. അത് കഴിഞ്ഞ് ആ ജോലിയിലേക്ക് എത്തി. പിന്നീട് എനിക്ക് ട്രാവൽ എന്ന് പറയുന്നത് ഒരു പാഷനായിട്ട് മാറി. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലേക്ക് പോയി, അത് പഠിച്ചു. അതുപോലെ തന്നെ അതിൽ ഒരു മാനേജർ ലെവലിലേക്ക് വന്നു. അതിനുശേഷം
എന്തുകൊണ്ട് ഇപ്പൊ ഞാൻ ട്രാവലിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാം, എ ടു സെഡ് കാര്യങ്ങളിൽ ഞാൻ എക്സ്പേർട്ട് ആണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഓൺ ട്രാവൽ ഏജൻസി തുടങ്ങിക്കൂടാ എന്നൊരു ഇതിൽ വന്നപ്പോഴാണ് അൽസഫീന ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറഞ്ഞിട്ട് ദുബായിൽ യു എയിൽ റാസൽ ഖൈമയിലാണ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയത്. അതിനുശേഷം യു എയിൽ എല്ലാ എമിറേറ്റിലും നമുക്ക് ബ്രാഞ്ചസ് ഉണ്ടായി. പിന്നെ കൊച്ചിയിലും ഇപ്പോൾ ഇരിങ്ങാലക്കുടയിലും ഒക്കെ നമുക്ക് നമ്മളുടേതായ ബ്രാഞ്ചുകളുണ്ട്. അങ്ങനെയാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. ബിസിനസ്സിൽ വരലും അതുപോലെ തന്നെ ട്രാവൽ എൻ്റെ പാഷനും കൂടി ആയിരുന്നുകൊണ്ട് പല പല രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുക. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 85 കൺട്രീസിൽ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന ഈ ട്രാവലിന്റെ ഒരു ബിഗർ വെർഷനിലേക്ക് നമ്മൾ എത്തുന്നത്. അങ്ങനെയാണ് ഈ റിസോർട്ട് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലേക്കൊക്കെ എത്തിയത്. ശരിക്കും ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് യു എയിലേക്ക് ബിസിനസ് തുടങ്ങാനായിട്ട് വന്നപ്പോൾ എൻ്റെ ആഗ്രഹം ദുബായിൽ ഒരു ട്രാവൽ ഏജൻസി ഓപ്പൺ ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയ ലിമിറ്റഡ് റിസോഴ്സസ് മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ദുബായ് എന്ന് പറയുന്ന വലിയ നഗരത്തിൽ ഒരു ഷോപ്പ് എടുക്കുക, അല്ലെങ്കിൽ അത് ട്രാവൽ ഏജൻസി തുടങ്ങുക, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു ബജറ്റിൽ നിൽക്കുന്നതായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ റാസൽ ഖൈമ എന്ന ചെറിയ ടൗണിലേക്ക് മാറുകയും അവിടെ ഒരു ഷോപ്പ് എടുക്കുകയും അവിടെ ഒരു ട്രാവൽ ഏജൻസി തുടങ്ങുകയും. അപ്പൊ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്ലാൻ എന്ന് പറയുന്നത് നമുക്കിത് സക്സസ്ഫുൾ ആക്കാൻ പറ്റിയാൽ, സക്സസ്ഫുൾ ആക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ആക്കിയാൽ പിന്നെ നെക്സ്റ്റ് നമുക്ക് ദുബായിൽ തുടങ്ങാം, അതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചു. റാസൽ ഖൈമയിൽ നന്നായിട്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി, ആ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി എന്താ വെച്ചാൽ, ഞാൻ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അറബിക് ലാംഗ്വേജ് വളരെ ഫ്ലുവൻ്റ് ആയിരുന്നു. നന്നായിട്ട് ഞാൻ അറബിക് സംസാരിക്കുമായിരുന്നു. അപ്പോൾ റാസൽ ഖൈമ എന്ന് പറഞ്ഞ ചെറിയ ടൗണിൽ വന്നപ്പോൾ അവിടെയുള്ള അറബ്സ് എല്ലാം അവർക്ക് ഇംഗ്ലീഷ് അത്ര ഫെമിലിയർ ആയിരുന്നില്ല. പക്ഷെ ദുബായ് ആണെങ്കിൽ അങ്ങനെയല്ല. ദുബായ് ആണെങ്കിലുള്ളവരെല്ലാവരും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ സംസാരിക്കുന്നവരാണ്. പക്ഷെ റാസൽ ഖൈമയിലുള്ള അറബികൾക്ക് ഈ അറബി തന്നെയായിരുന്നു. അപ്പൊ അറബി സംസാരിക്കുന്ന ഒരാളെ കിട്ടുകയും അയാള് ട്രാവലിലെ എക്സ്പേർട്ട് ആയിരിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് വളരെ കണക്റ്റഡ് ആയി. അങ്ങനെ ആണ് നമ്മൾ പാക്കേജസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 2005 കാലഘട്ടങ്ങളിൽ ആളുകൾ പാക്കേജസ്, അല്ലെ ഹണിമൂൺ പാക്കേജ്, അല്ലെങ്കിൽ ക്രൂസ് പാക്കേജ് എന്നൊക്കെ പറയണത് അന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് കണക്ട് ആവുകയും അറബ്സിന്റെ വലിയ ബിസിനസ് നമുക്ക് ചെയ്യാൻ കഴിയുകയും കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ പുതിയ ബ്രാഞ്ചുകളിലേക്കും അതുപോലെ തന്നെ ബ്രാഞ്ചിങ് ഔട്ട് എന്ന് പറഞ്ഞ ഒരു സ്ട്രാറ്റജിയിലേക്കും വന്നത്. എൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എനിക്ക് ഒരാളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കണക്റ്റഡ് ആവാനും എനിക്ക് കഴിയും. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മൾ കുറച്ചുകൂടി എത്തിക്കലാവുകയും അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ നമ്മൾ എക്സ്പെർട്ടൈസ് ആവുകയും ഉണ്ടെങ്കിൽ നമുക്ക് അതാണ് എൻ്റെ സ്ട്രെങ്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സ്പെസിഫിക്കലി ഒരാളോ അല്ലെങ്കിൽ ഒരു സംഭവം എന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ എടുത്തു പറയാനായിട്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷെ എൻ്റെ സുഹൃത്തുക്കള്, എൻ്റെ ഫാമിലി, അതുപോലെ തന്നെ ഞാൻ ഇടപെട്ടിട്ടുള്ള കുറേ ആളുകൾ, അവരിൽ നിന്നെല്ലാം കിട്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് എന്നെ ഞാനാക്കിയതായിട്ട് ഞാൻ കാണുന്നത്. ഒരു ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞാല്, ബിസിനസ് എന്ന് പറയുന്നത് ഒരു പൂ പോലെയാണ്. അത് പല സമയത്തും നമുക്ക് നല്ല സൗരഭ്യം പരത്തും എന്ന് പറയും, നല്ല സ്മെല്ല് കിട്ടും. ചില സമയത്ത് നമുക്ക് കാണാൻ കണ്ണിന് കുളിർമയുണ്ടാവും, ചില സമയത്ത് അത് വാടും, ചില സമയത്ത് കരിയും, ചില സമയത്ത് ഉണങ്ങും. പക്ഷേ ആ വാടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് അതിന് വീണ്ടും വെള്ളവും വളവും ഒഴിച്ച് അതിനെ വീണ്ടും വളർത്തിക്കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരന്റെ ഏറ്റവും വലിയൊരു കഴിവ്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൊറോണ സമയം എന്ന് പറഞ്ഞാൽ ട്രാവൽ അത് ടോട്ടലി ബ്ലോക്ക്ഡ് ആയി. ട്രാവൽ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ആർക്കും ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റാതെയായി. അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ ഹോട്ടൽസും റിസോർട്ടുകളും സാധനങ്ങളും എല്ലാം അടച്ചിട്ടു. പക്ഷേ ഇന്ന് ട്രാവൽ ഇൻഡസ്ട്രി വീണ്ടും തിരിച്ചു വന്നു. ഇന്ന് ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി വീണ്ടും തിരിച്ചു വന്നു. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു ഹാർഡ് ടൈം വരുമ്പോൾ അയ്യോ ഞാൻ ചെയ്തത് ശരിയായില്ല എന്നുള്ളതല്ല, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അതിൽ നിന്ന് എങ്ങനെ നമുക്കൊരു ബെനിഫിറ്റ്, ഓപ്പർച്യൂണിറ്റി അത് കണ്ട്
അതിൽ നിന്നൊരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുകയും അതിന്റെ എക്സ്പേർട്സ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്ത് അങ്ങനെ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. എല്ലായ്പ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എങ്ങനെ ഇത്ര ധൈര്യത്തോടു കൂടി കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു, വീണ്ടും പുതിയ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു? അത് ശരിക്കും പറഞ്ഞാല് ഇതിൽ 2-3 രീതിയിൽ നമ്മൾ അതിനെ കാണണം. കേരളത്തിൽ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ്. നമ്മളുടെ ന്യൂ ജനറേഷൻ പിള്ളേരെല്ലാവരും പുറത്ത് പഠിക്കാൻ പോകുന്നു. അവര് അവിടെ പഠിക്കാൻ പോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വർക്ക് പെർമിറ്റ് എടുത്തു, അത് കഴിഞ്ഞ് അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തു, അവിടത്തുകാരനായി, അവിടെ നിന്നു, ജീവിച്ചു. അതാണ് ഇപ്പോ ലോകം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ്. പക്ഷേ ഗൾഫ് എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടെ നമുക്ക് പോയി ജോലി ചെയ്യാൻ മാത്രമേ കഴിയൂ. അപ്പൊ ജോലി ചെയ്തു നിൽക്കണവന് ഏത് കാലത്തായിരുന്നാലും, അപ്പൊ എത്ര വലിയ ബിസിനസ്സുകാരനായിരുന്നാലും തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നേ പറ്റൂ. അവർക്ക് അവിടെ പാസ്പോർട്ട് കിട്ടുകയോ അവിടെ നിൽക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എത്രയൊക്കെ ബിസിനസ് നമ്മൾ അവിടെ ചെയ്താലും, എത്രയ്ക്കൊക്കെ നമ്മൾ വളർന്നാലും നമ്മൾ അവിടത്തുകാരനാവുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മൾ തിരിച്ചു വരേണ്ട സ്ഥലം ഏതാ? നമ്മൾ തിരിച്ചു വരേണ്ടത് ഇന്ത്യയിലേക്കാണ്. ഞാനാണെങ്കിൽ കേരളത്തിലേക്കാണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു യങ് ഏജ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരേണ്ട സ്ഥലത്ത് നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവണം, ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആളായിട്ട് നമുക്ക് മാറണം. എങ്കിൽ എന്ത് വേണം? നമുക്ക് ബിസിനസ് ഇവിടെ തന്നെ വേണം. എന്തൊക്കെ ബിസിനസ് നമുക്ക് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആളായിട്ട് നമുക്ക് മാറാൻ പറ്റില്ല. നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ വെറുതെ ജീവിച്ച് മരിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് ഇന്നല്ലെങ്കിൽ നാളെ ആളുകൾ പറയണ്ടേ, അല്ലെങ്കിൽ ആളുകൾ അറിയണ്ടേ, അല്ലെങ്കിൽ ആളുകൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണ്ടേ, സംസാരിക്കണ്ടേ? അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്ര ഫ്രീഡം ഒരു രാജ്യത്തും നമുക്ക് കിട്ടുന്നില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ യൂറോപ്പിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ ന്യൂസിലാൻഡിലോ ഒക്കെ സെറ്റിൽ ചെയ്തവരും, ഞാൻ ഈ രാജ്യങ്ങളിലെല്ലാം പോയിട്ടുള്ളതാണ്. എനിക്ക് സുഹൃത്തുക്കൾ അവിടെയുണ്ട്, അവിടെ പോയി താമസിച്ചിട്ടുള്ളതാണ്, അവരുടെ വീടുകളിൽ താമസിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതിലൊക്കെ ഉണ്ടാവണത് അവർക്കെല്ലാവർക്കും അതാത് രാജ്യങ്ങളിൽ, ഇപ്പൊ ഓസ്ട്രേലിയയിലുള്ളവനാണെങ്കിൽ ആ ഓസ്ട്രേലിയക്കാരന്റെ ഒരു സ്റ്റാറ്റസ് ഓസ്ട്രേലിയക്കാരനായ ഇന്ത്യക്കാരന് കിട്ടുന്നില്ല. അമേരിക്കയിലും അത് തന്നെയാണ്, UK-യിലായാലും അത് തന്നെയാണ്. അപ്പൊ എന്തിനു നിങ്ങൾ അതിനുവേണ്ടി നിൽക്കണം? നിങ്ങളുടെ രാജ്യത്ത് ഇത്രയും കൂടുതൽ ഓപ്പർച്യൂണിറ്റി, ഇത്രയും ബില്യൺ ആളുകളുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് കമ്പനി തുടങ്ങിയാലും സക്സസ്ഫുൾ ആക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ ബിസിനസ് ചെയ്യാതെ നിങ്ങൾ പിന്നെ പുറം രാജ്യത്ത് പോയിട്ട് ബിസിനസ് ചെയ്തിട്ട് എന്താ കാര്യം? കൊറോണ കഴിഞ്ഞതിന് ശേഷം കേരളത്തില് ആദ്യമായിട്ട് റിസോർട്ട് തുറന്നത് ദ ഫോഗ് റിസോർട്ട് ആൻഡ് സ്പാ എന്ന് പറയുന്ന നമ്മളുടെ റിസോർട്ടാണ് മൂന്നാറിൽ. അപ്പൊ അത് തുറന്ന സമയത്ത് പോലും കേരള ടൂറിസം പറഞ്ഞു കേരളത്തില് ഇങ്ങനെ ആളുകൾ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, നിങ്ങളിപ്പോ തുറന്നുകൊണ്ട് കാര്യമില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഒരു കണ്ടസ്റ്റ് റൺ ചെയ്തു. എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, കം ആൻഡ് സ്റ്റേ വിത്ത് അസ് ഫ്രീ, ഇഫ് യു ലൈക്ക് പേ ആസ് യു ലൈക്ക് എന്ന് പറഞ്ഞിട്ട് 5 ദിവസത്തെ ഒരു കണ്ടസ്റ്റ് റൺ ചെയ്തു. അപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു 2-3 hours തന്നെ ഞങ്ങളുടെ ഈ 5 ദിവസത്തെ ഹോട്ടൽ ഫുള്ളായി. അപ്പോഴും എല്ലാവരും പറഞ്ഞു ആളുകൾ വന്ന് താമസിച്ചു പോവും, ഫുഡ് കഴിച്ചു പോവും, ഒരു പൈസ തരില്ല, നിങ്ങളുടെ കാശ് പോകും എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ അനുഭവം, ഈ 5 ദിവസം വന്ന് താമസിച്ചു പോയതിൽ 90% ആളുകളും നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ പൈസ തന്നു. എന്നുവെച്ചാൽ അവർ സ്റ്റേ മാത്രമല്ല, നമ്മൾ താമസവും ഭക്ഷണവും, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അടിപൊളിയായിട്ട് പരിപാടി നടത്തി. അവര് പൈസ തന്നിട്ട് പോയി. 90% ആളുകളും, 10% ആളുകൾ പൈസ തരാതെ പോയി. അത് കുഴപ്പമുള്ള പൈസ അല്ല. പക്ഷെ ആളുകൾ മൂവ് ചെയ്യാൻ, കേരളത്തില് വീണ്ടും ടൂറിസം ബൂസ്റ്റ് ചെയ്യാനായിട്ട് ആ ഈ 5 ദിവസം കൊണ്ട് ഫോഗ് റിസോർട്ട് ആൻഡ് സ്പാക്ക് കഴിഞ്ഞു. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ നമ്മൾ എപ്പോഴും ഇറങ്ങണം എന്നുണ്ടെങ്കിലും അതിലെ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും ഉള്ള ആളുകളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, നമുക്ക് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്യണതിന് മുമ്പ് 100 ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം, ആരോട് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മൾ കടപ്പെട്ടു. അപ്പൊ എന്ന് പറഞ്ഞ പോലെയാണ് ബിസിനസ് തുടങ്ങുന്നവരെ നിങ്ങൾക്ക് ആളുകളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാം,
നാട്ടുകാരോട് ചോദിക്കാം, നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനോട് ചോദിക്കാം, ആ ടൈപ്പ് ഓഫ് ബിസിനസ് നടത്തുന്നവരോട് ചോദിക്കാം, നമ്മളുടെ ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഒറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ മസ്റ്റ് ബി യുവേഴ്സ്. നമ്മളെ നമ്മളുടെ കാലം കഴിഞ്ഞിട്ട് എങ്ങനെ അറിയപ്പെടണം എന്നുള്ളത് അതൊരു വലിയൊരു ചോദ്യമാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്ലസും മൈനസും ആയിട്ട് പറയണത് മറവി എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലമായിരുന്നാൽ പോലും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹം ഉണ്ടാവും നമ്മൾ ലോകാവസാനം വരെ അറിയപ്പെടണം എന്നുള്ളത്. പക്ഷെ ഒരാളെയും ലോകാവസാനം വരെ അറിയപ്പെടാൻ പോകുന്നില്ല. അവൻ ഒരു നല്ലവനായിരുന്നു, അവൻ ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്തു തരുന്നവനായിരുന്നു, അവൻ ഒരാളെ ഹെൽപ്പ് ചെയ്യണവനായിരുന്നു, അല്ലെങ്കിൽ അവനെ തോളോട് തോട് നിർത്തുന്നവനായിരുന്നു എന്നൊക്കെ അറിയപ്പെടാനാണ് എനിക്കും ആഗ്രഹം. കേരളത്തിലെ യുവതലമുറയോട് പറയാനുള്ളത്, നിങ്ങളിപ്പോ കണ്ടിരിക്കുന്ന പുറം രാജ്യത്ത് പോവുക, അവിടെ പോയി പഠിക്കുക, അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ ഒരു എയിം എന്നുള്ളത് മാറ്റി വെക്കുക. ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റി ഒരു രാജ്യത്തും ഇല്ല. ഇവിടെ കിട്ടുന്ന ആ ഒരു എക്സ്പോഷർ ഒരു രാജ്യത്തും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. പണ്ടത്തെ ഒരു സിറ്റുവേഷൻ അല്ല. നിങ്ങളുടെ കയ്യിൽ ഒരു നല്ല ഐഡിയ ഉണ്ടെങ്കിൽ അതിൽ എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യാനും ഇപ്പൊ ആളുണ്ട്. ഇപ്പൊ എൻ്റെ അടുത്തും പലരും ഇപ്പോഴും വരുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ ഐഡിയാസ് ആയിട്ട് വരും. നല്ല ഐഡിയ ആണെങ്കിൽ ഇപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ പണ്ടത്തെ ഒരു സിറ്റുവേഷൻ അല്ല. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല, നിങ്ങളുടെ വീട്ടുകാരുടെ കയ്യിലും പൈസ ഉണ്ടാവേണ്ട കാര്യമില്ല. നിന്റെ കയ്യിൽ നല്ല ഐഡിയ ഉണ്ടോ, വന്നോളൂ. ഏത് എത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളായാലും ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകളുണ്ട്. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതുപോലെ ഒരു എക്സ്പോഷർ നിങ്ങൾക്ക് ഒരു സ്ഥലത്തും കിട്ടാനില്ല. ഇന്ത്യ ഈസ് ദ ബെസ്റ്റ്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.